ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവുണ്ടാകലാണ് പ്രധാനം, ഉത്തരങ്ങൾ കണ്ടുപിടിക്കലല്ല എന്ന മാസ്റ്ററുടെ വാക്കുകൾ അടുത്ത യാത്രയ്ക്കൊരുങ്ങുന്ന രവിയുടെ മനസ്സിലുണ്ട്. തീവ്ര വിപ്ലവ ചിന്തകൾ പുതിയ രൂപം കൈവരിക്കുന്നതിനെക്കുറിച്ച് എനിക്കിവരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് സന്നിഗ്ധതയോടെയെങ്കിലും തൻ്റെ വഴിയുടെ തുടർച്ച കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഇപ്രാവശ്യം രവിയുടെ വാഹനം തീവണ്ടിയല്ല, യാത്ര നഗരത്തിലേക്കുമല്ല. ഈശാവാസ്യോ ഉപനിഷത്തിൻ്റെ സാരം ഒരു വിദേശ സന്യാസിയിൽ നിന്ന് ഗ്രഹിക്കുന്ന രവി പിന്നീട് നടന്നെത്തുന്നത് വനപ്രദേശത്ത് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന ആദിവാസി വൃദ്ധയുടെ അരികിലാണ്. അവിടെ വെച്ച് തൻ്റെ കൈവശമുള്ള മുഖം മൂടി തീയിലേക്കെറിയുകയും രണ്ടുപേരും മുള്ളു തുറന്ന് ചിരിക്കുകയും ചെയ്യുന്നു. ആദ്യമായിട്ടാണ് രവിയുടെ ചിരി പ്രേക്ഷകർ കാണാനാവുന്നത്. തീവണ്ടിയുടെ ദീർഘദൂര ദൃശ്യത്തിലാണ് കബനി നദിയുടെയും തുടക്കം. ഗോപിയുടെ അനാദിയായ യാത്രകൾ നിഗൂഢവും ആഖ്യാനത്തിന് പുറത്തുമാണെങ്കിലും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നിന്ന്